മെറ്റൽ കൊണ്ടാണെന്നാണ് പറയുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. 7 മണിക്കാണ് ഈ ഷോ തുടങ്ങുന്നത്, ലേസർ ഷോ. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷനിലാണ്. ആദിയോഗി സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. ഇതാണ് കേട്ടോ ആദിയോഗി സ്റ്റാച്യുവിൻ്റെ അടുത്തേക്കുള്ള എൻട്രൻസ്. ഇവിടുന്ന് ഏകദേശം 1.5-2 കിലോമീറ്ററോളം നടക്കാനുണ്ട് സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം 3:30-4 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തി. ട്രെയിനിനാണ് കോയമ്പത്തൂർക്ക് വന്നത്. അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. ഞങ്ങൾ 2 ഓട്ടോയിലേക്ക് ഉള്ള ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളവിടുത്തെ പോലെ അല്ല കേട്ടോ. ഇവിടെ ഓട്ടോ നല്ല ഫില്ല് ചെയ്ത് വിടും, മാക്സിമം ആളെ കയറ്റും ഓട്ടോയിൽ. അങ്ങനെ 2 ഓട്ടോയാണ് വിളിച്ചത്. ഓട്ടോ ചാർജ് വന്നത് 2000 രൂപയാണ് കേട്ടോ. അത്രയും ദൂരം ഇങ്ങോട്ട് കോയമ്പത്തൂരിൽ നിന്ന് ഇഷ ടെമ്പിളിൻ്റെ അടുത്തേക്കുണ്ട്. വാൻ പോലത്തെ ചെറിയ വണ്ടിയൊക്കെ ഞങ്ങൾ നോക്കിയിട്ടോ, റേറ്റൊക്കെ ചോദിച്ചു. ഓമ്നി പോലത്തെ അല്ലെങ്കിൽ വാൻ പോലത്തെ, അങ്ങനത്തെ ട്രാവലർ പോലത്തെ അങ്ങനത്തെ ഒക്കെ വണ്ടിക്ക് വരുന്നത് 5500, 6000 അങ്ങനെ അങ്ങോട്ട് മേലേക്കാണ്. പിന്നെ ബസ്സിന് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോഴൊന്നും അങ്ങനെ ബസ്സിൽ കയറി വരാൻ പറ്റില്ല. കാരണം അത്രയും റഷായിരിക്കും, ഭയങ്കര തിരക്ക്. നമുക്കൊന്ന് കാലെടുത്ത് കുത്താൻ പോലും പറ്റില്ല. ഇവിടേക്ക് വരുന്ന എല്ലാ ബസ്സുകളും അങ്ങനെയാണ് കേട്ടോ. ഇവിടുന്ന് പിന്നെ ആദിയോഗിൻ്റെ സ്റ്റാച്യു കാണാൻ പറ്റും. ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ തൊട്ടടുത്താണെന്ന്. പക്ഷേ ഇനി ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തേക്ക് എത്താൻ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഒരു പാടം, ഒരു ഗ്രാമം ഒക്കെ ആണെന്ന് തോന്നുന്നു. അപ്പുറത്തേക്കൊക്കെ കൃഷിയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റിയിട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ സ്റ്റാച്യുവിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് കണ്ടോ മല. നല്ല ഞങ്ങൾ പോയ സമയത്ത് നല്ല ഒരു മഴക്കാറുള്ള ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ആ മലയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ മഴ പെയ്താൽ കയറി നിൽക്കാനൊന്നും സൗകര്യങ്ങളും ഇല്ല കേട്ടോ. മഴ കൊള്ളേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ വെയിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ മാറി നിൽക്കാൻ, തണലത്ത് മാറി നിൽക്കാനൊന്നും, അങ്ങനെ വെയിൽ കൊള്ളാതിരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത വിധം അത്രയും വലിയ ഒരു മല പോലെ തോന്നും നമുക്ക്. അത്രയും വലുതായിട്ട് നമുക്ക് തോന്നും. കാരണം ഇതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് 112 അടിയോളം ഉയരമുണ്ട്. അപ്പം നമ്മൾ അതിനടുത്തെത്തുമ്പം നമ്മളൊക്കെ തീരെ ചെറുതായിരിക്കും. അപ്പം ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ രൂപം മനസ്സിലാക്കി അത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദൂരത്തു നിന്ന് തന്നെ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അടുത്തെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. എന്തോ വലിയൊരു മലയാണ് അടുത്ത് നിൽക്കുന്നതെന്ന് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. പിന്നെ ഈ ശില്പം റെഡിയാക്കിയിരിക്കുന്നത് മെറ്റൽ കൊണ്ടാണെന്നാണ് പറയുന്നത്. ഫുൾ മെറ്റലാണ്. നമുക്ക് അടുത്ത് പോയി നോക്കിയപ്പോൾ അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, മെറ്റലാണെന്ന്. പിന്നെ അതുപോലെ ശിവൻ്റെ കഴുത്തിലുള്ള ഈ മാല എന്ന് പറയുന്നത് രുദ്രാക്ഷം ആണ്. ഒറിജിനൽ രുദ്രാക്ഷം കൊണ്ടാണ് ഈ മാല ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 7 മണിക്കുള്ള ലേസർ ഷോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് കാണാനാണ് മെയിനായിട്ട് ഞങ്ങൾ വന്നത്. പിന്നെ അതുകൊണ്ടാണ് ഈ സമയം കണക്കാക്കി വന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ട്രെയിനിന് പോന്നു. ഉച്ചയൊക്കെ ആയപ്പോഴേക്ക് കോയമ്പത്തൂരെത്തി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വണ്ടി വിളിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും 3:30-4 മണിയൊക്കെ ആയി. കോപ്പിറൈറ്റ് വരുന്ന കരുതിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഒറിജിനൽ ഓഡിയോ ഇതിൽ ഇടാത്തത്. പിന്നെ ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണാൻ. ഇത് നേരിട്ട് കാണുമ്പോഴുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. അത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബ്, ഒരു എന്തൊക്കെയോ നമുക്ക് തോന്നിപ്പോകും ഇതിങ്ങനെ നേരിട്ട് കണ്ടിരിക്കുമ്പം. അത് എന്താണ് ആ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല.
ഇതൊക്കെയാണ് ആദിയോഗി സ്റ്റാച്യു കാണാൻ പോയ വിശേഷങ്ങളൊക്കെ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.